കഴിഞ്ഞ ആഴ്ച ദുബായിലുള്ള ഒരു ഫാമിലി അവരുടെ 22 വയസ്സായ മോളെയും കൊണ്ട് ഒരു പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടി വന്നിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാതാപിതാക്കളും വല്യമ്മയും വല്യപ്പയും ഒക്കെ ഈ കുട്ടി കല്യാണം കഴിക്കണം എന്നുള്ള ഒരു പ്രപ്പോസലുമായിട്ട് വരുമ്പോൾ കുട്ടി ഭയങ്കര കരച്ചിലാണ്. എനിക്ക് കല്യാണം വേണ്ടോ, എനിക്ക് കല്യാണം വേണ്ട എന്നുള്ളത്. എന്താണെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഒന്നും പറയാനും വയ്യ. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല, ഇതുപോലെ ഒരുപാട് പല രീതികളിലുള്ള കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ കേസ് തന്നെ എടുത്താൽ എന്തുകൊണ്ട് കുട്ടികൾ എങ്ങനെ എനിക്ക് കല്യാണം വേണ്ട എന്ന് ചിന്തിക്കുന്നു ചോദിച്ചാൽ പ്രധാനപ്പെട്ട 3 സെഗ്മെൻറ്റ് അതിലുള്ള. അതിലൊന്ന് ഇപ്പോൾ ഈ കുട്ടിയുടെ എക്സാമ്പിൾ എടുത്താലും ഇവർ ഉപ്പ ഗൾഫിൽ പ്രവാസികളാണല്ലോ. അപ്പം എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ ഉമ്മ ചെയ്തു കൊടുക്കും. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, ക്ലീനിങ് എല്ലാം. അപ്പോൾ ഈ കുട്ടി 22 വയസ്സായി പോയെങ്കിലും സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്തു പഠിച്ചിട്ടില്ല. ഒന്ന് മീൻസ് ഒരു പച്ചവെള്ളം തിളപ്പിക്കാനോ ഗ്യാസ് ഓണാക്കാനോ ഒരു കട്ടൻ ചായ ഉണ്ടാക്കാനോ ഒരു കാര്യവും ഈ കുട്ടിക്കാരനോടാണ്. അപ്പോൾ അവൾ ചിന്തിക്കുന്നത് വിവാഹമാണ്, വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകണം, ഒരാളുടെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഒരു വീട്ടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും ഏറ്റെടുക്കാൻ മാത്രം ഞാൻ റെഡി ആയിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സമയം വേണം, അല്ലെങ്കിൽ എനിക്ക് വിവാഹം തന്നെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത്. ബേസിക്കലി പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് ബേസിക്കലി കുട്ടിയെ ഈ ഒരു വിവാഹം വേണ്ട എന്നുള്ള ചിന്തയിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ, ഒരു കുട്ടി ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു എൻ്റെ ഓഫീസിൽ ട്രാവൽ ആൻഡ് ഗ്രോയിൽ. അപ്പം അവനോട് നീ കല്യാണം കഴിച്ചോന്ന് വെച്ചില്ല എന്ന് പറഞ്ഞു. എത്ര വയസ്സായെന്ന് വെച്ചാൽ 28 വയസ്സാണ്. എൻ്റെ കല്യാണം കഴിക്കാമെന്ന്. ഓ കല്യാണമൊക്കെ പറയില്ല സാറേ, കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. ഈ ലോകത്ത് ഓൾറെഡി കുറേ പിശാചുക്കളുണ്ട്, ഇനി അതിൽ എന്നെ ഒരു പിശാചിനെ കൂടി ജനിപ്പിക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അത്രയും വിവാഹത്തെ വെറുക്കുന്നു. കുട്ടികളുണ്ടാകുന്നത് പിശാചാണെന്ന് അവൻ പറയുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പം ഇവൻ്റെ അമ്മയും അച്ഛനും ഇവനെ പ്രസവിച്ചതിന് ശേഷം കുറച്ച് വലുതായതിനു ശേഷം വഴക്ക് കൂടി അമ്മ വേറെ കല്യാണം കഴിച്ചു, അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. ഇവൻ ശരിക്കും ഓർഫനായി അങ്ങനെ എവിടേക്കോ തെണ്ടി എങ്ങനെയൊക്കെയോ ജീവിച്ച്, അതായത് ചിലപ്പം പണമൊക്കെ അച്ഛൻ കൊടുക്കുന്നുണ്ടാവും, പക്ഷേ അവനൊരു പ്രണയദാരിദ്ര്യമായിരുന്നു അവൻ്റെ ലൈഫിൽ മൊത്തം ഉണ്ടായിരുന്നു. പിന്നീട് അവൻ കുറേ കള്ളു കുടിച്ചു, കുറേ കഞ്ചാവ് അടിച്ച് എവിടേക്കോ നഷ്ടപ്പെട്ടു. ജീവിതം തിരിച്ചു പിടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സമയത്താണ് എനിക്കൊരു ജോലി വേണമെന്ന് രക്ഷപ്പെടുത്തണം എന്നാണ് അവൻ വരുന്നത്. പക്ഷേ കല്യാണം വേണ്ട, കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറയുന്നത്. അവൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ് മറ്റൊരു എലമെൻറ്റ്. പല കുടുംബങ്ങളിലും ഇതുണ്ടാവും. മറ്റൊന്ന്, കുട്ടികളിലുള്ള മറ്റൊരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞത് എനിക്ക് വിവാഹം വേണ്ട, എൻ്റെ ഉമ്മയെപ്പോലെ ആകാൻ എനിക്ക് വയ്യ, എനിക്ക് വിവാഹം വേണ്ട, എൻ്റെ ഉമ്മയെപ്പോലെ ജീവിതം നശിക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ എന്താ പ്രശ്നം? ഉമ്മക്ക് എന്താ പ്രശ്നം? അത് വാപ്പയും ഉമ്മയൊന്നും വഴക്കാണ്, അവരെന്നും കരച്ചിലാണ്. ഉമ്മ വാപ്പ വരും, വാപ്പ കച്ചറുണ്ടാക്കും, ഞങ്ങളടിക്കും, നമ്മളോട് ചൂടാവും, ഉമ്മയെ അടിക്കും, അങ്ങനെ ആക്കും. അപ്പം വിവാഹം എന്നാൽ ഒരു കച്ചറ കൂടാനുള്ള സംവിധാനമാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പരം അടി കൂടാനുള്ളതാണ്. അതൊരു പീസ്ഫുള്ളായിട്ട് അവർ കണ്ടിട്ടേ ഇല്ല. അപ്പം അവർ ജീവിച്ച ടീനേജറായ കാലഘട്ടങ്ങളിലൊന്നും അടി അവർ കാണും ചെയ്യും, റൊമാൻസ് അവർ കാണില്ല. നമ്മൾ സ്നേഹിക്കുന്നവർ കാണില്ല. സെക്സ് അല്ല ഞാൻ പറഞ്ഞ റൊമാൻസിനെ കുറിച്ച്. നമ്മൾ പ്രണയം കൈമാറുന്നവർ കാണുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അടികൂടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് വേണ്ട. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികളിൽ ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ പ്രതിസന്ധി നേരിടാനുള്ള കഴിവുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്ത് പഠിക്കുക. അലക്കുകയും ക്ലീൻ ചെയ്യുകയും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുകയും ഭക്ഷണം ഉണ്ടാക്കുകയും റൂം വൃത്തിയാക്കുകയും അങ്ങനെ അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വമേധയാ ചെയ്ത് പഠിപ്പിക്കാൻ നമ്മൾ വിട്ടുപോയി. 1. 2, ഒരു അമ്മ അച്ഛൻ എന്നുള്ള രീതിയിൽ ഒരു സ്നേഹനിബിഡമായ നല്ല ഒരു കുടുംബജീവിതം അവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനും നമ്മൾ മറന്നുപോയി. ഇതൊരു ഭയങ്കര രസമുള്ള സംഭവമാണെന്നും കല്യാണം കഴിക്കണമെന്നും അങ്ങോട്ട് കുട്ടികളുണ്ടാവണമെന്നും ആ കുട്ടികളെയൊക്കെ അടിപൊളിയായിട്ട് എന്താ പറയുക സ്നേഹിച്ച് ലാളിച്ച് വളർത്തണമെന്നുള്ള കൺസെപ്റ്റൊക്കെ നമ്മൾ അവരിലേക്ക് ബേസിക്കലി പകർന്നു പോകാൻ അല്ലെങ്കിൽ പകർന്നു കൊടുക്കാൻ മറന്നുപോയെന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ ഭയങ്കര പണി. ഇനിയിപ്പോൾ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നീ ഒരു വർഷക്കാലം ബ്രേക്ക് എടുക്കുക. ഇപ്പോൾ കല്യാണം കഴിക്കണ്ട, നീ കുറച്ച് ജിമ്മിൽ പോകാനും അതുപോലെ തന്നെ നിൻ്റെ കുക്കിംഗ് പഠിക്കാനും നിൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നിൻ്റെ സ്വന്തം കാര്യങ്ങളുടെ മുഴുവൻ നീ തന്നെ ചെയ്ത് പഠിക്കുക 1 വർഷക്കാലം കൊണ്ട്. ഉമ്മയില്ലാതെ നിൻ്റെ വീട് നീ ഒരു 6 മാസം മാനേജ് ചെയ്ത് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ വീടും മാനേജ് ചെയ്യാൻ നിനക്ക് പറ്റും. ആ പ്രതിസന്ധി കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ട് നിനക്ക് കോൺഫിഡൻസ് വന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി. പാരൻസിനോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ കുട്ടിയെ കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കരുത്. കല്യാണം നിങ്ങൾ നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ അത് പരാജയത്തിലേക്കാരും. അതുവരെ അവർക്കുള്ള കോൺഫിഡൻസ് വരണം, ഒരു വീട് മാനേജ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന്. അതുണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചോളി എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടതാണ്. ഇതിൽ ഒരുപാട് സംസാരിക്കാനുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള 3 തീമുകൾ എനിക്ക് കല്യാണം വേണ്ട എന്നുള്ളതിൽ ഈ തീമിലാണ്. അപ്പോൾ ഇനിയുള്ള പാരൻസെങ്കിലും കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികളെ പ്രതിസന്ധികൾ കൊടുത്ത് വളർത്തുക, അവർക്ക് അവരുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിപ്പിക്കുക, പ്ലസ് നല്ലൊരു കുടുംബജീവിതം കുട്ടികളുടെ മുമ്പിൽ കാഴ്ചവെക്കുക. അടിവിടണ്ട പ്ലീസ്, വെറുതെ അടിവിടണ്ട, കുട്ടികളെയും കൂടി നശിപ്പിക്കണ്ട.